നോമ്പ് തുറക്കാൻ ആവിയിൽ വേവിച്ച് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാനിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3/4 ടീസ്പൂൺ ഉപ്പും അതുപോലെ തന്നെ 1 ടീസ്പൂൺ എണ്ണയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ഇതുപോലെ തിളച്ച് തുടങ്ങുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്തിട്ടുണ്ട്. ഓപ്ഷനിലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതിലേക്ക് 1 കപ്പ് വറുത്ത നല്ല ഫൈനായിട്ടുള്ള അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. പത്തിരിപ്പൊടി എന്ന് പറഞ്ഞ് കടയിൽ നിന്നും വാങ്ങാൻ കിട്ടുന്ന ആ ഒരു പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഫ്ലെയിം ഏറ്റവും ലോയിലാക്കിയിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും കൂട്ട് നല്ല പോലെ തന്നെ ഡ്രൈ ആയി ഈ ഒരു പാകത്തിന് ആയി കിട്ടും. ഇതുപോലെ ആയി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഇതേപോലെ തന്നെ വെക്കാം. ആ ഒരു സമയമാകുമ്പോഴേക്കും ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറി വന്നിട്ടുണ്ടാകും. അതിനുശേഷം കൈ ഉപയോഗിച്ച് നല്ല പോലെ തന്നെ നീഡ് ചെയ്തെടുക്കുക. നന്നായിട്ട് തന്നെ നീഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴാണ് നമ്മളുടെ കൂട്ട് നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഒട്ടും കട്ടകളില്ലാതെ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതാ ഒരു 2-3 മിനിറ്റ് നേരത്തേക്ക് നല്ല പോലെ തന്നെ നീഡ് ചെയ്തെടുത്തിട്ടുണ്ട്. കൂട്ട് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ആക്കിയെടുക്കാം. ഞാനിവിടെ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ഉരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പ് വേണമെങ്കിലും കൊടുക്കാവുന്നതാണ്. ഈസി ആയിട്ട് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ആവിയിൽ വേവിച്ചെടുക്കാനാണ് പോകുന്നത്. അതിനായിട്ട് ഏത് പാത്രത്തിലാണോ ആവി കയറ്റിയെടുക്കാൻ വേണ്ടി പോകുന്നത് ആ പാത്രം നന്നായിട്ട് എണ്ണ തടവി അതിലേക്ക് ഇത് നിരത്തി വെച്ച് കൊടുക്കാം. സ്റ്റീമർ നേരത്തെ വെള്ളം ഒഴിച്ച് ആവി വരാൻ വേണ്ടി വെച്ചിരുന്നു. ആവി നല്ലപോലെ വന്നതിന് ശേഷം ഈ ഒരു പാത്രം ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ 15 മിനിറ്റ് നേരത്തേക്കാണ് നല്ല പോലെ തന്നെ കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മളുടെ ഉരുളകളൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. നോക്കൂ, നല്ല സ്പോഞ്ചി ആയിട്ടാണ് നമ്മളുടെ ഉരുളകൾ ഇരിക്കുന്നത്. ഇതിനൊരു വറവും കൂടെ കഴിച്ചെടുക്കാനുണ്ട്. അതിനായിട്ടൊരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് 1/2 ടീസ്പൂൺ കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പും 1/2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും ചേർത്തിട്ടുണ്ട്. ഇത് രണ്ടും ചേർത്ത് കൊടുക്കുന്നത് ഓപ്ഷനിലാണ്. ഉണ്ടെങ്കിൽ എന്തായാലും ചേർത്തോളൂ. അത് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല രുചിയാണ്. ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. മസാലയായിട്ട് ഇതിലേക്ക് 3/4 ടേബിൾ സ്പൂൺ മാഗി മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. മാഗി മസാല സൂപ്പർ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്നതാണ്. ഇനിയിപ്പോൾ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് സാമ്പാർ പൊടി ഉപയോഗിച്ചും ഇത് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ഇനി ഒരു മസാലയും വേണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു മസാലയൊക്കെ ഒഴിവാക്കിയിട്ട് തയ്യാറാക്കിയാലും ഇത് നല്ല രുചി തന്നെയാണ്. എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി ഇത് ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് വന്നതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ വെളുത്ത എള്ളും കൂടെ ചേർത്തിട്ടുണ്ട്. കയ്യിലുണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുത്തോളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയാലും കുഴപ്പമില്ല. ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം 1/2 ടീസ്പൂണോളം ചെറുനാരങ്ങ നീരും കൂടെ ചേർത്ത് നല്ല പോലെ തന്നെ ഒന്ന് സോട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ സ്പോഞ്ചിയാണ്, ഹെൽത്തിയാണ്. എന്തായാലും ട്രൈ ചെയ്ത് ഫീഡ്ബാക്സൊക്കെ പറയാൻ വേണ്ടി മറക്കരുത്.